ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഓരോ ടൈപ്പ് ഓഫ് ടൂറിസത്തിനെ കുറിച്ച് നോക്കാം. അത് നമുക്ക് ജസ്റ്റ് ഉള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയാവും. നമുക്ക് തന്നിരിക്കുന്ന ടൂറിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ്, ടൈപ്സ് ഓഫ് ടൂറിസത്തിന് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് സസ്റ്റൈനബിൾ ടൂറിസം എന്താണെന്നുള്ളത് നോക്കാം. സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് ഒരു പുതിയ ടേം ആണ്, ഒരു പുതിയ മെത്തേഡ് ഓഫ് ടൂറിസം ആണ് സസ്റ്റൈനബിൾ ടൂറിസം. ദെൻ ഈ ടൂറിസം എന്ന് പറയുന്നത് റിലേറ്റഡ് ടു നേച്ചർ ആണ്. നാച്ചുറൽ ടൂറിസം പോലെ ആണ് ഈ സസ്റ്റൈനബിൾ ടൂറിസവും. അപ്പൊ നമ്മൾ ഇത് കൂടുതലായിട്ട് നമുക്ക് ഫെമിലിയർ ആവാത്ത ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ടൂറിസം ആണ് ഏത് സസ്റ്റൈനബിൾ ടൂറിസം. അപ്പൊ സസ്റ്റൈനബിൾ ടൂറിസം എന്താന്നുള്ളത് നമുക്ക് നോക്കാം, അതിന്റെ മീനിങ് നോക്കാം. അപ്പൊ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് ഈസ് ദ ഫോം ഓഫ് ടൂറിസം ദാറ്റ് മീറ്റ്സ് ദി നീഡ്സ് ഓഫ് ടൂറിസ്റ്റ്. അത് എന്ത് ചെയ്യുന്നു? ടൂറിസ്റ്റിന്റെ നീഡ്സ് എന്താണോ അതിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ടൂറിസം ആണ്, ഒരു മെത്തേഡ് ഓഫ് ടൂറിസം ആണ് ഏത് സസ്റ്റൈനബിൾ ടൂറിസം. നീഡ്സ് ഓഫ് ടൂറിസ്റ്റ്, ദ ടൂറിസം ഇൻഡസ്ട്രി, ടൂറിസ്റ്റിനും ടൂറിസം ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസിനും ടുഡേ ആണ് പ്രസന്റ് കണ്ടീഷൻസിൽ എന്താണ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ, എന്താണ് ഫ്യൂച്ചറുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ജനറേഷനില്, ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഫ്യൂച്ചർ ജനറേഷൻസിനെ കുറിച്ച് ഇത് വലിയ കെയർ കൊടുക്കുന്നില്ല. ടുഡേ പ്രസന്റ് കണ്ടീഷൻസിലുള്ള ജനറേഷൻസിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടൂറിസം ആണ് ഏത് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ടൂറിസം ഈസ് ദി ഫോം ഓഫ് ടൂറിസം that meets the needs of tourists, the tourism industry and host communities today without compromising the ability of future generation to meet their own needs. Then ഇതിന്റെ പ്രിൻസിപ്പിൾസ് 10 പ്രിൻസിപ്പിൾസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. Principles of sustainable tourism ആണ് tourism concern 1991 in associations with the Worldwide Fund for Nature gives 10 principles for sustainable tourism. These are following us. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസിങ് റിസോഴ്സസ് സസ്റ്റൈനബിളി. യൂസിങ് റിസോഴ്സസ് sustainably. Using resources sustainably. Using resources sustainably. The conservations and sustainable use of resources. Using resources ആണ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യുന്നു. ദി കൺസർവേഷൻസ് ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ്. ഏതൊക്കെ റിസോഴ്സസ് ആണ്? നാച്ചുറൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഈസ് ക്രൂഷ്യൽ ആൻഡ് മേക്കിംഗ് ലോങ് ടേം ബിസിനസ് സെൻസ്. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം? ലോങ് ടേം ബിസിനസ് സെൻസിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ എങ്ങനെയുള്ള റിസോഴ്സസിന്റെ യൂസസ് ആണ് പറയുന്നത്? നാച്ചുറൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് ഏതില്? ടൂറിസം ഇൻഡസ്ട്രീസിൽ. അപ്പം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം? ലോങ് ടേം ബിസിനസ് സെൻസിൽ വേണം നമ്മൾ ആ റിസോഴ്സസിനെ യൂസ് ചെയ്യാൻ. അപ്പൊ അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, യൂസിങ് റിസോഴ്സസ് സസ്റ്റൈനബിളി. സെക്കൻഡ് വൺ, റെഡ്യൂസിങ് ഓവർ കൺസംഷൻ ആൻഡ് വേസ്റ്റ്. നമ്മൾ എന്ത് റെഡ്യൂസ് ചെയ്യണം? ഓവർ കൺസംഷനും റെഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ വേസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? റെഡ്യൂസ് ചെയ്യേണ്ടതാണ്. റിഡക്ഷൻ ഓഫ് ഓവർ കൺസംഷൻസ് ആൻഡ് വേസ്റ്റ്
avoid the cost of restoring long-term environmental damage and contribute to the quality of tourism. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് എൻവയോൺമെന്റൽ അല്ലെങ്കിൽ നാച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ കൺസംഷനും വേസ്റ്റും അവോയ്ഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് റീസ്റ്റോറിങ് ലോങ് ടൈം എൻവയോൺമെന്റൽ ഡാമേജ് വരാതെയും അതുപോലെ തന്നെ നല്ല ഒരു ക്വാളിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ടൂറിസത്തിന്. അതാണ് പറയുന്നത് റെഡ്യൂസിങ് ഓവർ കൺസംഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ബയോഡൈവേഴ്സിറ്റി. മെയിൻറ്റെയിനിങ് ആൻഡ് പ്രൊമോട്ടിങ് നാച്ചുറൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ലോങ് ടേം സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് ക്രിയേറ്റ് റീസൈലന്റ് ബേസ് ഫോർ ദി ഇൻഡസ്ട്രി. മെയിൻറ്റെയിനിങ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ആൻഡ് പ്രൊമോട്ട് ചെയ്യണം. നാച്ചുറൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത് എസെൻഷ്യൽ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം സസ്റ്റൈനബിൾ ടൂറിസത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം ബയോഡൈവേഴ്സിറ്റി. ഫോർത്ത് വൺ എന്ന് പറയുന്നത് integrating tourism into planning. Tourism development which is integrated into national and local strategic planning framework and which undertake environmental impact assessment increases the long-term viability of tourism. എല്ലാ ടൂറിസത്തിനും അല്ലെങ്കിൽ ഏത് ഫീൽഡിനും എന്തുണ്ട്? പ്ലാനിങ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ടൂറിസം ഇൻറ്റു നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാനിങ് എന്ന് പറയുന്നത് നാഷണലും ലോക്കൽ ലെവലിലുള്ള പ്ലാനിങ് ഫ്രെയിംവർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിന്റെ കൂടുതലായിട്ട് നമ്മൾ അസസ്മെന്റ് ഇൻക്രീസസ് ആൻഡ് ലോങ് ടേം വയബിലിറ്റി ഓഫ് ടൂറിസം. അപ്പം എല്ലാത്തിനും നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇന്റഗ്രേറ്റിംഗ് ടൂറിസം ഇൻറ്റു പ്ലാനിങ്. നെക്സ്റ്റ് വൺ സപ്പോർട്ടിങ് ലോക്കൽ എക്കണോമിക്സ്. നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ എക്കണോമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലായിരിക്കണം ഏത്? സസ്റ്റൈനബിൾ ടൂറിസം ദാറ്റ് സപ്പോർട്ട് എ വൈഡ് റേഞ്ച് ഓഫ് ലോക്കൽ എക്കണോമിക് activities and which take environmental cost and value into account, both to protect these economies and avoid environmental damage. എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക്സിനെ, കൺട്രീസിന്റെ എക്കണോമിക് കണ്ടീഷൻസിനെ അല്ലെ എക്കണോമിക്സ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലായിരിക്കണം. എൻവയോൺമെന്റ് വരുന്ന ഡാമേജിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവോൾവിംഗ് local communities. The full involvement of local communities in the tourism sector not only benefits them and the environment in general, but also improve the quality of the tourism experience. Involving local communities. The full involvement of local communities in the tourism sector not only benefits them and the environment in general, but also improve the quality of the tourism experience. The involving local communities എന്ന് പറയുന്നത് local communities in tourism sector not only benefit them. എല്ലാ ലെവലിലും ലോക്കൽ സെക്ടർ അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ബെനിഫിഷ്യൽ അല്ല. ആൻഡ് ദ എൻവയോൺമെന്റ് ഇൻ ജനറൽ ബട്ട് ആൾസോ ഇംപ്രൂവ് ദ ക്വാളിറ്റി. അവര് എൻവയോൺമെന്റ് ജനറലായിട്ട് പറയുവാണെങ്കിൽ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യാൻ അവരുടെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പറയുന്നത് ഇൻവോൾവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കൺസൾട്ടിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദി പബ്ലിക്. കൺസൾട്ടിംഗ് ബിറ്റ്വീൻ ദി ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, organizations and institutions are essential if they are to work alongside each other and resolve potential conflicts of interest. എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സും പബ്ലിക്കുമായിട്ട് നല്ല ഒരു കൺസൾട്ടേഷൻസ് അല്ലെങ്കിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ടും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും എസെൻഷ്യൽ ആയിട്ട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രെയിനിങ് സ്റ്റാഫ്.
Staff training which integrates sustainable tourism into work practices along with the recruitment of personnel and all levels improve the quality of the tourism product. Tourism productine quality improve ചെയ്യാൻ എന്ത് ചെയ്യേണ്ടതാണ്? നല്ല ട്രെയിനിങ് സ്റ്റാഫുകളിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. സ്റ്റാഫ് ട്രെയിനിങ് which integrates sustainable tourism into work practices along with the recruitment of അവരെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ തന്നെ, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പേഴ്സണൽ അറ്റ് ഓൾ ലെവൽസ്, എല്ലാ ലെവൽസിലും അവർ ടൂറിസം പ്രോഡക്റ്റിനെ നല്ല ലെവലിൽ ഇംപ്രൂവ് ചെയ്യുന്ന വേയിലായിരിക്കണം അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ടൂറിസം റെസ്പോൺസിബിലിറ്റി. മാർക്കറ്റിംഗ് ദാറ്റ് പ്രൊവൈഡ് ടൂറിസ്റ്റ് വിത്ത് ദി ഫുൾ ആൻഡ് റെസ്പോൺസിബിൾ ഇൻഫർമേഷൻ ഇൻക്രീസസ് respect for the natural, social and cultural environment of destination areas and enhances customer satisfaction. എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് ടൂറിസം റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് മാർക്കറ്റിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് ടൂറിസ്റ്റ് with the full and responsible information increases in respect of ഏതിലാണ്? natural, social and cultural environment of destination areas and enhances customer satisfaction. നമ്മൾ ഇങ്ങനെ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടൂറിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഫുൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നാച്ചുറൽ ആയിട്ട് സോഷ്യൽ കൾച്ചറൽ എൻവയറമെന്റ്, ഓരോ ഡെസ്റ്റിനേഷൻസും ഏരിയാസും, അതുപോലെ തന്നെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെ അവരെ എങ്ങനെ എൻഹാൻസ് ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത്? ഈ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ടൂറിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അണ്ടർടേക്കിംഗ് റിസർച്ച്. നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് കണ്ടക്ട് ചെയ്യണം. നമുക്ക് ക്രിയേറ്റ് ആവുന്ന പ്രോബ്ലത്തിന് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യണം? റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. ongoing research and monitoring by the industry using effective data collections and analysis are essential to help solve problems and to bring benefits to the destination, industry and consumers. എപ്പോഴാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിസർച്ച് കണ്ടക്ട് ചെയ്യും. അത് എങ്ങനെയാണ്, അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യും. അതാണ് പറയുന്നത് ഓൺഗോയിങ് റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ് ബൈ ദി ഇൻഡസ്ട്രി യൂസിങ് എഫക്റ്റീവ് ഡേറ്റ കളക്ഷൻസ് ആൻഡ് അനാലിസിസ്. കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻസും അതുപോലെ തന്നെ ആ കളക്ട് ചെയ്യുന്ന ഡേറ്റാ ബേസിസിൽ അനാലിസിസും കണ്ടക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോബ്ലം സോൾവിന് ഹെൽപ്പിംഗ് ആയിരിക്കും. നമ്മൾ ഓർഗനൈസേഷൻസിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ടു ബ്രിങ് സോൾവ് പ്രോബ്ലംസ് ആൻഡ് ടു ബ്രിങ് ബെനിഫിറ്റ്സ് ടു ഡെസ്റ്റിനേഷൻ. നമുക്ക് അത് ആർക്കൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും? ഡെസ്റ്റിനേഷൻ, ഇൻഡസ്ട്രി ആൻഡ് കൺസ്യൂമേഴ്സ്. ഇങ്ങനെ അവർക്ക് വളരെയധികം എന്തായിരിക്കും? ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? റിസർച്ച് കണ്ടക്ട് ചെയ്യണം. അങ്ങനെ 10 പ്രിൻസിപ്പിൾസ് ആണ് ഏതിൽ പറഞ്ഞിട്ടുള്ളത്? സസ്റ്റൈനബിൾ ടൂറിസത്തിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇത് പറയുന്ന 3 ഡയമെൻഷൻ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ആണ്. 3 ഡയമെൻഷൻ ആണ് ഇതിലുള്ളത്. എന്തൊക്കെയാന്ന് വെച്ചാൽ എൻവയറമെന്റൽ ഡയമെൻഷൻ, എക്കണോമിക് ഡയമെൻഷൻ ആൻഡ് സോഷ്യൽ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ടൂറിസം എന്താന്നുള്ളതിനെ കുറിച്ച് മാത്രം നമുക്കൊരു ചെറിയ ബേസ് ഉണ്ടായാൽ മതിയാവും. നമുക്ക് വൺ വേർഡിനൊക്കെ ചോദിക്കുന്ന ലെവലിലായിരിക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓരോ ടൈപ്പ് ഓഫ് ടൂറിസമും എന്താണ് അതിനെ കുറിച്ച് നമുക്കൊരു ചെറിയ ഒരു നോളജ് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം പിന്നെ ഈ സസ്റ്റൈനബിൾ ടൂറിസത്തിനെ കുറിച്ച് എലോബറേറ്റ് ആയിട്ട് ഒരു മൊഡ്യൂളൊന്നും നമുക്ക് തന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ മൊഡ്യൂളായിട്ട് തന്നിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മൈസ് ടൂറിസം ആണ്. അപ്പൊ മൈസ് ടൂറിസത്തിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ആ മൈസ് ടൂറിസത്തിന്റെ മൈസിന്റെ എക്സ്പാൻഷൻ,
അതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഒരു മൊഡ്യൂളായിട്ട് പഠിക്കാനുള്ളത് മൈസ് ടൂറിസം ആണ്. ഇതിൽ വരുന്ന സസ്റ്റൈനബിൾ ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസം, വെർച്വൽ ടൂറിസം, ഇങ്ങനെ ചില ടൈപ്സ് ഓഫ് ടൂറിസം തന്നിട്ടുണ്ട്. അത് എന്താണ്, അതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മുൻവേടിന് ചോദിച്ചാൽ എഴുതണം. അതുപോലെ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ്